ഗൈസ് ഇപ്പോൾ നേരെ പോണ് ഊട്ടിക്കട്ടാ. ഫാമിലി ട്രിപ്പും കാര്യങ്ങളൊക്കെ ആണ്. വേറെ സംഭവം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം 2 മണിക്കണേ അയക്കണ്ടിട്ടാ. എല്ലാവരും എത്താൻ ഏകദേശം 2-2:30 ആവുമെന്ന് വിചാരിച്ചാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലി ട്രിപ്പാണ്. ബസ് ബുക്ക് ചെയ്ത സംഭവങ്ങളാണ്. എവിടേക്കൊക്കെ പോകാൻ നമുക്ക് കറക്റ്റായിട്ട് അറിയട്ടെ. നമ്മൾ വണ്ടിയുമ്പോൾ പോകല്ല, നമുക്ക് എവിടേക്കൊക്കെ ഏതൊക്കെ സ്ഥലത്താണ് പോകേണ്ടതെന്ന് തീരുമാനിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല തോന്നുന്നത്. അപ്പം എല്ലാവരും കൂടി ഓർഡർ കൊടുത്ത ബസ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു 3 സ്ഥലം കാര്യങ്ങളൊക്കെ കയറുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് പാടുന്നൊന്നും അറിയാം. കുറേ റീല് കണ്ട് കുറേ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഞ്ഞ് ഐസും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ നിർത്തിയിട്ട വണ്ടിയിൽ നിന്നൊക്കെ കുറേ റീല് കാണണേ. പെരും വെയിലാണ്, അങ്ങോട്ടാണ് ഇങ്ങോട്ടാണെന്ന്. ഇന്ന് ഇപ്പോഴത്തെ ഡേറ്റ് ഞാൻ പറഞ്ഞുതരാം, December 27. അപ്പം നമുക്ക് എന്തായാലും ഇന്ന് പോയോക്കാം. ഇന്നത്തെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ഇതിൽ കൂടെ കാണട്ടെ നമുക്ക്. ഇത് ഞങ്ങൾ ചോറുക്കുള്ള സലാഡും കാര്യങ്ങളൊക്കെ അരിഞ്ഞു വെക്കണ്ട. അപ്പോൾ ഉച്ചക്കുള്ള ചോറ് രാവിലേക്കുള്ള ചായക്കടിയൊക്കെ ഞങ്ങൾ ഇവിടുന്ന് ഉണ്ടാക്കി കൊണ്ടുപോകട്ടോ. അപ്പോൾ നമ്മൾ നേരെ ചോറ് കാര്യങ്ങളൊക്കെ ബൈക്കിലൂടെ വെച്ചിക്കണ പറഞ്ഞേ. അപ്പോൾ അത് പോയി വെക്കട്ടാ. ചോറ് ഇവിടുന്ന് ഉണ്ടാക്കിയാണ്ട് കൊണ്ടുപോകണേ. ഇവിടുന്ന് ഏതോ ഒരു പണ്ടാരിക്ക് ഉണ്ടാക്കാൻ കൊടുക്കാണ്ട്. അപ്പം അങ്ങനെ ഉണ്ടാക്കിയാണ്ട് ഇവിടുന്ന് നേരെ അവിടേക്ക് കൊണ്ടുപോയിക്കാണ്ട് അവിടെ നിന്നു. അതാണ് പ്ലാന്. അപ്പോൾ എന്തായാലും നമ്മളെന്തായാലും ബൈക്കിൽ ഒരു ചോറ് കൊണ്ടുവന്നപ്പോൾ ബൈക്കിൽ വെച്ചിങ്ങനെ പറഞ്ഞേ. അത് പോയേക്കാം നമുക്ക്. എൻ്റെ 2 കാട്ടറയാലുണ്ട് കേട്ടാ. ഏകദേശം അവിടെ കയറ്റിയാണ് ചെമ്പ് വെച്ചിട്ടുണ്ട്. അവിടെ ആരൊക്കെ ഉണ്ട് ആരാ അറിയാം. എന്തായാലും പോയി നോക്കാം. ചെമ്പ് അവിടെ ഉണ്ട് കേട്ടോ. ചെമ്പ് സേഫാണ്. അവിടെ വേറെ ആൾക്കാരും ഉണ്ട്. നമുക്ക് അറിയാത്ത പോലെയാണോ എന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്കറിയാം. എന്തായാലും ചെമ്പ് സേഫാണ്. നമുക്ക് എന്തായാലും റിട്ടേൺ പോവാം. അങ്ങനെ നമ്മൾ ചെമ്പ് സേഫാണ് നോക്കി. അപ്പോൾ ചെമ്പ് സേഫാണ്. ചെമ്പ് സേഫല്ലാതെ ഇന്ന് പട്ടിണി എടുക്കേണ്ടി വരും. ഉറക്കൊക്കെ ഒഴിച്ചിടുന്ന്. ബസ് 1 മണിക്കൂർ നേരം പോകുന്നു. ആകെ മൂഞ്ചി. ഞാൻ 10:15 ഉറങ്ങിയാലേ രചിനി. പക്ഷേ പിന്നെ 1 മണിക്ക് പോകണം അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊക്കെ എടുക്കാതെ ഇങ്ങനെ ഫോൺ കളിച്ചിരുന്നാണ്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം 3 മണിയായി. 3:30 ആകുമ്പോഴത്തേനൊക്കെ എത്തുമെന്ന് വിചാരിച്ചണേ. നോക്കാം. നമ്മളെ ബാക്കിക്കാരെല്ലാവരും കൂടി ട്രിപ്പിന് പോകാൻ വേണ്ടി ഒരുങ്ങിക്കട്ടാ. ഉണ്ട് അവിടെ സലാഡ് ഉണ്ടാക്കണ്ടേ. എന്തായാലും നോക്കാം. ഇനിയിപ്പോൾ ബസ് വരണം. ബസ് വരട്ടെ. ബസ് വന്നിട്ട് കാണാം നമുക്ക്. അങ്ങനെ എല്ലാവരും വെട്ടിയും പാത്രമൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടാ. എൻ്റെ അമ്മേണേ അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള ബസ്സും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എല്ലാവരും ഓടി പോകണ്ടാ. ഞാനും ബസ് കയറാനും വേണ്ടി എടുത്തു തന്നെ വന്നു കേട്ടോ. അങ്ങനെ ബസ് കയറി എൻ്റെ സീറ്റിലും കാര്യങ്ങളൊക്കെ ഇരുന്ന് ബസ്സിൽ എണ്ണ അടിച്ചാനും മൂത്രം അടിച്ചാനും വണ്ടി കയറ്റി ഏതോ പെട്രോൾ പമ്പിൽ നിർത്തിയതാണ് ബസ്. ഇപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. പിന്നെ ബസ്സിലാണ് പോണത്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്ഥലം കാര്യങ്ങളൊന്നും കറക്റ്റ് ആയിട്ട് അറിയാം. നമ്മൾ വണ്ടിയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ റോട്ടിക്കാണ്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൂട്ടും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഒരു പ്രാവശ്യം പോയാൽ തന്നെ മനസ്സിലാവും എവിടെയൊക്കെയാണ് ഏതൊക്കെ സ്ഥലം എങ്ങനെയൊക്കെയാണെന്നുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പൊ എവിടെ സ്ഥലം ഒന്നും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും ഓണ ബൈക്കിൽ ചെക്ക് പോസ്റ്റ് എന്തോ ഉണ്ട്. അവിടെ എന്തോ കാര്യങ്ങൾ റെഡിയാക്കാൻ പോയതിന് നമ്മൾ ബസ്സിന്റെ ഡ്രൈവർ പോകുമ്പോൾ ബസ് ഇവിടെ ചായ അടിച്ചാനും വേണ്ടി സൈഡ് ആക്കിയിട്ട് നമുക്ക് ഓരോ പെരക്കാരെ ഓരോ ഐറ്റം സാധനങ്ങൾ തന്നെ ചായക്കടിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു കേട്ടോ. ഞങ്ങൾ കൊണ്ടുവന്ന പ്ലേറ്റ് ഷോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ 2-3 ആൾ ഒരു പ്ലേറ്റ് വെച്ച് കണ്ട തിന്നത്. സംഭവം നല്ല നാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇങ്ങൊക്കെ നല്ല പൈപ്പ് ഉള്ളതുകൊണ്ട് തന്നെ സാമ്പാറും പത്തിരിയൊക്കെ പിടിച്ചുകൊണ്ട് ഒരേ അടിയിട്ടാണ്. എല്ലാവരും നല്ല ചായ കുടിയിലാണ്. പോണ ബൈക്കിൽ നമ്മളെ കൂട്ടത്തിലുള്ള ഒരാളെ കാത്തുക്കാനും വേണ്ടി ബസ് എടുത്തിയതാണ്. അപ്പോഴാണെന്നുണ്ടെങ്കിൽ മുമ്പിൽ നല്ല കോടിയും കാര്യങ്ങളൊക്കെ മൂടി കിടക്കുന്ന സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ വീഡിയോ എടുത്താണ് നമ്മളെ ഈ പോക്ക് തന്നെ ആദ്യമായിട്ട് കണ്ട നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്യൂ കാര്യങ്ങളൊക്കെയാണ് ഈ തേയിലത്തോട്ടങ്ങളൊക്കെ നീണ്ടു തീർന്ന് കിടക്കുന്നുണ്ട്. അവിടെ ഓടായിട്ട് ഉണ്ട് ഇന്നാലെ ഇല്ലേനു ആ കോലത്തിലാണ് ഇപ്പത്തെ ഈ കാലാവസ്ഥ. തണുപ്പ് എന്ന് വെച്ച് കാണുന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തണുപ്പ് എന്നുമാണ് പറയട്ടെ നമുക്ക്. കാരണം എന്ന് വെച്ച് കാണുന്നുണ്ടെങ്കിൽ ഓരോരുത്തർ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിനി. നിർത്തിയിട്ട് കാറിന്റെ ഗ്ലാസിമിലൊക്കെ രാവിലെ നീച്ചു നോക്കുമ്പോൾ ഗ്ലാസുമുള്ള ആ വെള്ളമൊക്കെ കട്ടായി എടുക്കുന്നത് അതിന് ചിലപ്പോൾ ഉള്ളതന്നാവും. ഞാൻ വന്ന ടൈമിലെ തണുപ്പും കാര്യങ്ങളും ഇല്ലാത്തതാണെന്ന് അറിയട്ടെ നമുക്ക്. എന്ന് കരുതി ഞാൻ പച്ച തണുപ്പിയാന്നല്ലട്ടെ പറയുന്നത്. നമുക്ക് കുപ്പായൊക്കെ ഇട്ടുകാണ്ട് നിൽക്കാൻ പറ്റുന്ന കോലത്തിലുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ ഉള്ളൂ നമുക്ക്. നമുക്ക് ഇതൊക്കെ മതി പക്കയാണ്. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പൈൻ ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെ ഉണ്ട്. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ പൈൻമരങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടാം. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടുന്നുണ്ട് നമുക്ക്. ഈ പൈൻ ഫോറസ്റ്റിന്റെ ഉള്ളിൽ കയറുമ്പോൾ ഒന്നുകൂടി തണുപ്പും കാര്യങ്ങളൊക്കെ കൂടി വരുന്നുണ്ട്. പൈൻ ഫോറസ്റ്റ് കഴിഞ്ഞ ശേഷം അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് കണ്ട തേയിലത്തോട്ടം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ട അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു വ്യൂ കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ചെറിയ മലയും പിന്നെ അതുപോലെ തന്നെ ഒരു പാടും പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മരങ്ങളും കാര്യങ്ങളൊക്കെ കൂടി ചേർന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്യൂ കാര്യങ്ങളൊക്കെയാണ്. പോകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വ്യൂ കിട്ടുന്ന ഒരു തോടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം രസം ഉണ്ടെന്ന് അറിയാം. പക്ഷെ നേരിട്ട് കാണുമ്പോൾ വേറെ ഫീൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ പോക്ക് ഇങ്ങനെ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഗ്രാമവും പിന്നെ അതേപോലെ തന്നെ കുഴപ്പമില്ലാത്ത പെരാളും പിന്നെ അതുപോലെ തന്നെ ചെറിയ കാടും ചെറിയ മലയും അതും ഇതും പൈൻ ഫോറസ്റ്റ് ആ മരം ഈ മരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ അടിയിൽ തേയിലത്തോട്ട് മുകളിൽ മലക്കായിട്ട് വരുന്ന ഒരു വ്യൂ കാര്യങ്ങളൊക്കെയാണ്. ഏതൊരു വാട്ടർഫാൾസിന്റെ ബോർഡും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകിട്ടും മുമ്പിൽ. ഇവിടെ നിർത്തുന്നത് ഞങ്ങൾ ഏതൊക്കെ ഫിലിം ഷൂട്ട് ചെയ്ത മുട്ടക്കൊന്നും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ വരുമ്പോൾ കയറാന്നാ പറഞ്ഞിട്ട് നമ്മളോട്. ഇവിടെ ഈ ഒരു ടൈമിൽ തന്നെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെയാണ് ഇതിന്റെ എൻട്രിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഏതൊരു പൈൻ ഫോറസ്റ്റിന്റെ എൻട്രൻസിലാണ് നമ്മൾ ചെറിയൊരു ബ്ലോക്ക് പെട്ട് കിട്ടാം. ഇവിടുന്ന് ആ കാണുന്ന മലമുക്ക് നോക്കുമ്പോൾ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി കോടിയും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നമ്മൾ ഈ ഊട്ടി വന്നിട്ട് ഫസ്റ്റ് ആയിട്ട് കയറാൻ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് വെച്ച് കാണുന്നുണ്ടെങ്കിൽ ചായപ്പൊടിയും ചോക്ലേറ്റ്
ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കമ്പനിക്കാട്ടോ ഇവിടുന്ന് ആ ചോപ്പിൽ കാണാൻ പറ്റുന്ന ആ സ്ഥലമാണ് ആ കമ്പനിയും കാര്യങ്ങളൊക്കെ അവിടേക്ക് എത്തണം ഈ ബ്ലോക്ക് കൂടാ സീസൺ ടൈം ആയതുകൊണ്ട് തോന്നുന്നത് ഇവിടെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ നമ്മൾ ആ കമ്പനിന്റെ അവിടെ എത്തിയപ്പോൾ ഈ ടാഗും കാര്യങ്ങളൊക്കെ കൈമ കിട്ടാൻ തന്നിങ്ങനെ ഇവിടെ ഈ കാണുന്നതാണ് ആ ചായപ്പൊടിന്റെ ചോക്ലേറ്റിന്റെ ഒക്കെ ആയിട്ടുള്ള കമ്പനിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു സൈഡ് കയറിയപ്പോൾ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒരു മെഷീനിൽ കൊക്കപ്പയത്തിന്റെ കുരും കാര്യങ്ങളൊക്കെ ഇട്ടച്ചിങ്ങനെ നേരെ അപ്പുറത്തായിട്ട് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ലൈവ് ആയിട്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട് നമ്മളെ കയ്യിൽ തന്നെ ദൂരത്തായിട്ട് തേയിലും കാര്യങ്ങളൊക്കെ ഉണക്കാൻ വെച്ചിങ്ങനെ ആൾക്കാർക്ക് കാണാനും വേണ്ടിയാന്ന് അറിയട്ടെ അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിന്റെ അവിടെ വരിക്കാണ് ഞങ്ങൾ എല്ലാവരും ബസ്സിൽ വന്ന് ഒരാൾക്ക് ടിക്കറ്റിന് 30 രൂപയും കാര്യങ്ങളാണ് നമ്മളെ ഡ്രൈവറും കാര്യങ്ങളൊക്കെ ഈ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തത് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഉള്ളിൽ കയറിയപ്പോൾ ചായപ്പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന മെഷീനാണ് ഫസ്റ്റ് കണ്ടത് തേയില കുറച്ച് പ്രോസസ്സിലൂടെ കടന്നുകൊണ്ടാണ് ചായപ്പൊടിയായി വരുന്നത് ഇപ്പൊ നിങ്ങൾ കാണുന്ന ലൈവ് ആയിട്ട് തന്നെ ചായപ്പൊടിയായി വരുന്നുണ്ട് ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി കാണുന്നുണ്ട് നല്ല അടിപൊളി ചായയും കാര്യങ്ങളൊക്കെ ഒരു ഫ്രീ ആയിട്ട് നമുക്ക് തരും നമുക്കുള്ള ചായ നമ്മളെ കൈമ കിട്ടി അത് കുടിച്ചും കൊടുക്കാൻ ഇപ്പം വേറെ നാക്കന്നെ ഈ ചായന്റെ ടെസ്റ്റ് വെച്ച് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ അതിന്റെ ഉള്ളിൽ കൂടെ നടന്ന് ഓരോ ചായപ്പൊടിയും കാര്യങ്ങളൊക്കെ നമുക്ക് മേങ്ങാൻ പറ്റുന്ന സ്റ്റോറിന്റെ അടുത്ത് നമ്മൾ ഇവിടെ ചോക്ലേറ്റ് ചായപ്പൊടിയും പല ഐറ്റം ചായപ്പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനനുസരിച്ചുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അവിടുന്ന് കുറച്ചും കൂടി നടന്ന് കാണുന്നുണ്ടെങ്കിൽ വില ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ മേങ്ങാൻ പറ്റുന്ന സ്റ്റോറും കാര്യങ്ങളൊക്കെ എത്തും ചോക്ലേറ്റിന്റെ സ്റ്റോറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കടന്നു വന്ന് കാണുന്നുണ്ടെങ്കിൽ അടുത്ത് വള മാല കമ്മല് പിന്നെ പോലെ തന്നെ തൊപ്പി കണ്ണട അത് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് കോട്ട് കാര്യങ്ങളൊക്കെ ഉള്ള മേങ്ങാൻ പറ്റുന്ന സ്ഥലത്ത് എത്തുട്ടോ അവിടുന്ന് മുമ്പ് കന്ന് കാണുന്നുണ്ട് നേരെ നമ്മൾ വന്നോട്ട് തന്നെ എത്തും ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ച് ഈ കൊരങ്ങന്റെയും കടുവന്റെയും പ്രതിമയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഞാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാൻ ഈ കമ്പനിന്റെ ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടത് ഇനി നമ്മൾ നേരെ ഏതൊരു ഗാർഡന്റെ അവിടേക്ക് പോവാണ് അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഉച്ച സമയത്തുള്ള ചൂട് വെച്ച് കാണുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചൂടും കാര്യങ്ങളൊക്കെ ആയി വന്നിട്ട് ഇവിടെ പോരാത്തിന് നല്ല രീതിയിൽ തന്നെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ആ ഗാർഡന്റെ അവിടെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം നമ്മൾ നല്ല ഉറക്കിലേനിട്ടോ ഈ ഫുഡും കാര്യങ്ങളൊക്കെ തിന്നു കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ ഇറങ്ങും ഈ ഗാർഡന്റെ ഇവിടെ നല്ല വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്ടോ ഈ കാണുന്ന ആ ഗാർഡനും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ കയറാൻ ഒരാൾക്ക് 100 രൂപേന്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം നമ്മള് അതുകൊണ്ട് തന്നെ ഞാനൊന്നും ഇതിന്റെ ഉള്ളിൽ കയറിയിട്ടില്ല ഞങ്ങൾ 2-3 പ്രാവശ്യമായി ഈ ഗാർഡന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തൊക്കെ നടന്ന് കളിച്ചിന് അപ്പോഴൊക്കെ ഈ ചങ്ങായി ചോദിച്ചു ചോക്ലേറ്റ് വേണം ചോക്ലേറ്റ് വേണം ചോക്ലേറ്റ് വേണം അങ്ങനെ ലാസ്റ്റ് നമ്മളെ കസിന് ചോക്ലേറ്റ് മേങ്ങിട്ടാ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഗാർഡന്റെ പുറത്തുള്ള വ്യൂ കാര്യങ്ങളൊക്കെ കാണാനാണ് ഗാർഡന്റെ പുറത്തുനിന്ന് കണ്ട തേയിലത്തോട്ടം കണ്ടത് അത്യാവശ്യം നല്ല അടിപൊളി വ്യൂ കാര്യങ്ങളൊക്കെയാണ് ഏകദേശം വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ഗാർഡന്റെ അവിടെ നിന്ന് തിരിച്ചിട്ടാ ആ ഗാർഡന്റെ ഉള്ളിൽ കുറച്ച് ഐറ്റം നമ്മളെ ഫോണും കാര്യങ്ങളൊക്കെ വീണീനി ഞാൻ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറാൻ രക്ഷിക്കാണ്ട് അവിടെ പോയപ്പോൾ ടിക്കറ്റ് എടുക്കേണ്ട ഫോൺ പോയി ചെക്ക് ചെയ്തിട്ട് വരാനാണ് നമ്മളോട് പറഞ്ഞത് അങ്ങനെ എന്തോ ഒരു ഭാഗത്തിന് ഡിസ്പ്ലേയും കാര്യങ്ങളും പോകാതെ ഫോണും കാര്യങ്ങളൊക്കെ കിട്ടി നമുക്ക് ഇനി നമ്മൾ നേരെ പോണ് മുട്ടക്കുന്നാണ് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ സൂസൈഡ് പോയിന്റ് കൂടി കയറും അങ്ങനെ നമ്മൾ കുറച്ചു നേരത്തിന് ശേഷം മുട്ടക്കുന്ന് എത്തിട്ടാ മുട്ടക്കുന്ന് ഇറങ്ങിയ പാടനെ കുറങ്ങാനാണ് നമ്മൾ കണ്ടത് ഇവിടെ അത്യാവശ്യം നല്ല ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ മുട്ടക്കുന്നാണ് നമ്മൾ കയറാൻ വിചാരിച്ചിനി ഇവിടെ എൻട്രി ഫീയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വ്യൂയും കാര്യങ്ങളൊക്കെ ഇതിന്റെ സൈഡിലും കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മൾ എൻട്രി ഫീ ഇല്ലാത്ത മുട്ടക്കുന്നിലാട്ട് കയറിയത് സൈഡിലൊക്കെ ആയിട്ട് നല്ല അടിപൊളി കുതിരകളൊക്കെ ഉണ്ട് അങ്ങനെ ഇനി നമ്മൾ നേരെ തിരിച്ച് പെരി പോവാണ് അത്യാവശ്യം നല്ല തണുപ്പായി വരുന്നുണ്ട് കേട്ടോ ഇവിടെ പോണ ബൈക്കിൽ ബസ് നിർത്തി തന്നാണ് നമുക്ക് കമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തിന്നാനും വേണ്ടി ഇവിടെ അത്യാവശ്യം നല്ല തേയിലത്തോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിക്ക് അടിച്ചാൻ പറ്റിയ നമ്മൾ നേരെ കമ്പം ഉണ്ടാക്കുന്നിടത്തെത്തി എനിക്കൊരു മസാല കമ്പം പറഞ്ഞിട്ട് നമ്മള് മസാല കമ്പത്തിന് 60 മസാല ഇടാത്തിന് 50 കേട്ടോ എനിക്കുള്ള കമ്പം കിട്ടി അത് തിന്നു കൊടുക്കാണ് ഇപ്പൊ നമ്മൾ അവിടുന്ന് നേരെ തിരിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ കണ്ട് അത്യാവശ്യം നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടത് പിന്നെ ഒരു കാര്യം വെച്ച് കാണുന്നുണ്ട് ഫാമിലി ട്രിപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിന്റേതായ സ്ഥലം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കയറിയിട്ടുള്ളൂ ഈ ഒരു വീഡിയോ വെച്ച് കാണുന്നുണ്ട് എത്ര തന്നെ ഉള്ളൂ അടുത്ത് കാണാൻ നമുക്ക്